am Krishnagada AS of class 11. You're watching my very new channel, KJ's EduWeb. And I am welcoming all my friends of class 11, those who are watching this video, to my channel. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ +1 ഇൻ ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാനാണ് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഇതിൻ്റെ ബാക്കി പാർട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങൾ അതിന് മുൻപേ please do subscribe my channel and don't miss to press the bell icon. You will get the notifications of my new videos. അപ്പോൾ അധികം ലാഗ് അടുപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് പരിചയപ്പെടാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഫ്ലേർട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, റിട്ടൺ ബൈ ദ ഫേമസ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ലിയാം ഫ്ലേർട്ടി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ ഈ സ്റ്റോറീൻ്റെ തീം, വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? ദ സ്റ്റോറി റിലേറ്റ്സ് ടു ദ റോൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സപ്പോർട്ട് ഇൻ അച്ചീവിങ് സക്സസ്. അപ്പോൾ ഇതൊരു സീഗളിൻ്റെ സ്റ്റോറിയാണ്. സീഗൾ മീൻസ് കടൽക്കാക്ക. ആ കടൽക്കാക്ക എങ്ങനെയാണ് കോൺഫിഡൻസ് അച്ചീവ് ചെയ്തതെന്ന് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് പഠിക്കാം. സസ്പെൻസ് ഒന്നും കളയാണ്ട് തന്നെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് യു ഹാവ് ടു നോ അബൌട്ട് ലിയാം ഫ്ലേർട്ടി. അപ്പോൾ അതിനു മുന്നേ ഈ ചാപ്റ്റർ നിങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഇത് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതിലെ ക്രീച്ചർ ബേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിലെ മെയിൻ റോള് ചെയ്യുന്നത് ഒരു ബേർഡാണെങ്കിലും അത് നമ്മളായി കരുതണം, അല്ലെങ്കിൽ നമ്മളിലെ ചുറ്റുമുള്ളവരായി കരുതി പഠിക്കുക. അങ്ങനെയാണ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ഓരോരുത്തരായി കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ സിമിലറായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അധികം ലാഗ് അടുപ്പിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങൾ ആദ്യം പോയി ലിയാം ഫ്ലേർട്ടിയെ പരിചയപ്പെട്ടിട്ട് വരൂ. അതിനുശേഷം നേരെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കിടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, ക്യാച്ച് യു ദെൻ. So guys, now you can see the description of the author of the short story, Liam Flaherty. You can pause the screen and read it thoroughly. But you must have to know that he was an Irish novelist from 1896 to 1984. And also, his works combine brutal naturalism, psychological analysis, poetry and biting satire. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഇങ്ങനെ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വായിക്കേണ്ടവർക്ക് ഇത് വായിക്കാം, പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം. എന്നാൽ നിങ്ങൾ ഇത്രത്തോളം അറിഞ്ഞിരിക്കണം, ലിയാം ഫ്ലേർട്ടി 1896 to 1984 was an Irish novelist and short story writer. Okay, his stories are interesting. സ്റ്റോറീസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കാരണമുണ്ട്. they contain psychological insight into life's problems and the way to solve them. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൽ അല്ലെങ്കിൽ നോവൽസിൽ ക്യാരക്ടേഴ്സ് ഒരിക്കലും ഹ്യൂമൻ ബീങ്സ് ആവണമെന്നില്ല. അത് വേറെ ഏതെങ്കിലും ക്രീച്ചേഴ്സ് ആയിരിക്കും. ബട്ട് സൈക്കോളജിക്കലി അത് ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രോബ്ലംസുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇതെന്താണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിൽ ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ്, നോവൽസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്നത്. അല്ലെങ്കിൽ അത് വായിക്കാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി, അറ്റ് ദ എൻഡ് വരെ നമുക്ക് വായിക്കാൻ നല്ല രീതിയിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലാണ്. സോ ദാറ്റ് മച്ച് യു ഹാവ് ടു നോ അബൌട്ട് ഹിം. ലാഗ് ഒന്നും ആക്കാണ്ട് സ്റ്റോറിയിലേക്ക് പോവാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയിലെ നായകൻ ദ യങ് സീഗൾ ആണെന്ന് മനസ്സിലായി. ആക്ച്വലി ദർ വാസ് എ ഫാമിലി ഓഫ് സീഗൾസ്, യുനോ. അപ്പോൾ ആ ഫാമിലിയിൽ ഇവൻ ഉൾപ്പെടെ 3 ബ്രദേഴ്സ്, 1 സിസ്റ്റർ, 1 ഫാദർ, 1 മദർ, 6 പേരുണ്ടായിരുന്നു. ഇവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. അവൻ്റെ ചേട്ടന്മാരും അനിയത്തിയും അച്ഛൻ്റെ അമ്മയോടൊപ്പം നേരത്തെ തന്നെ പറന്നുപോയി. ഇവൻ പറക്കാൻ പറ്റിയില്ല. അവൻ പറക്കാൻ ശ്രമിച്ചു, ബട്ട് അവൻ ആ കടലിൻ്റെ നീളം കണ്ടിട്ട് അവന് പറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒരു കടലിൻ്റെ മണ്ടയ്ക്കൊരു ക്ലിഫുണ്ട്. ആ ക്ലിഫിലാണ് ഇവർ താമസിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വേർഡുണ്ട് ലെഡ്ജ്, ബ്രിങ്ക്, ബെനത്ത്. അതിൻ്റെയൊക്കെ മീനിങ് എന്താ അറിയോ? ലെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരോ ഹൊറിസോണ്ടൽ സർഫസ് പ്രൊജക്റ്റിംഗ് ഫ്രം എ ക്ലിഫ്. ബ്രിങ്ക് എക്സ്ട്രീം എഡ്ജ്. ബെനത്ത് മീൻസ് അറ്റ് ലോവർ ലെവൽ. അപ്പോൾ യങ് സീഗൾ അവൻ്റെ ലെഡ്ജിൽ ഒറ്റയ്ക്കായിരുന്നു. ബാക്കി എല്ലാവരും പറന്നുപോയി. സീയുടെ എക്സ്പാൻസ് കാരണം അവന് പറക്കാൻ നല്ല പേടിയായി. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഞാൻ വായിക്കാമേ. സംശയമുള്ള വാക്കുകളുടെ മീനിങ് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ വരുന്നുണ്ടാവും. അത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തുടരാം. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. അപ്പോൾ മീനിങ്സ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തുടരാം. മസ്റ്റർ എന്നൊക്കെ ഒരു വാക്കൊക്കെ ഉണ്ടായിരുന്നു. മസ്റ്റർ മീൻസ് കളക്ട് എന്നാണ്. പ്ലഞ്ച് മീൻസ് ഡൈവ് ക്വിക്ക്ലി. ഡെസ്പറേറ്റ് ഹോപ്പ്ലെസ് ഫീലാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കിനി അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ ഹി ഫെൽറ്റ് സർട്ടൺ ദാറ്റ് ഹിസ് വിങ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവനവൻ്റെ തല താഴ്ത്തി തിരിച്ചവൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിപ്പോയി. അവിടെയാണ് അവൻ രാത്രി കിടന്നുറങ്ങുന്നത്. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, അവന് കുഞ്ഞി പെങ്ങൾ വരെ ഉണ്ടല്ലേ, 2 ബ്രദേഴ്സും കുഞ്ഞി പെങ്ങളും, അവർ പറന്നുപോയി. പക്ഷെ അവരുടെ ചിറക് ഇവനെക്കാട്ടിലും കുറവാണ്, തീരെ ചെറുതാണ്. എന്നിട്ടും അവർ പറന്നു, ഓടി വന്ന് ബ്രിങ്കിൻ്റെ അടുത്തെത്തി ചിറക് വിടർത്തി പറന്നുപോയി. പക്ഷെ ഇവന് ധൈര്യം സംഭരിക്കാൻ ഒട്ടും പറ്റിയില്ല. പെട്ടെന്നാണ് ഇവൻ നിരാശനായത്. He was afraid to fly because he thought that his wing would never support him. നമ്മളിൽ തന്നെ വിശ്വാസമില്ലായ്മ. All effort made by his parents to make him fly failed. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പാർട്സാണ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ്. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? അച്ഛനും അമ്മയും അടുത്ത് വന്നു, പല രീതിയിൽ വിളിച്ചു നോക്കി, വഴക്ക് പറഞ്ഞു, ഭീഷണി സ്വരത്തിൽ വിളിച്ചു. ത്രട്ടൺ മീൻസ് ഭീഷണിയാണ് കേട്ടോ. ശ്രില്ലി നല്ല ഹാർഡ് സൗണ്ടിൽ വിളിച്ചു. ആഹാ, അവൻ ഇവിടെ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞു. അവൻ ഒട്ടും പറക്കാൻ തയ്യാറായില്ല. അവൻ്റെ ജീവിതത്തിലെ അവന് പറക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചു. ഇത് 24 മണിക്കൂർ മുമ്പാണ്. അതിനുശേഷം ആരും അവൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണ്. അവൻ ഇന്നലെ തൊട്ടേ അച്ഛനും അമ്മയും 2 ബ്രദേഴ്സിനെയും ലിറ്റിൽ സിസ്റ്ററിനെയും എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആർട്ട് ഓഫ് ഫ്ലൈറ്റിൽ അവരെ പെർഫെക്റ്റ് ചെയ്തു, ടീച്ച് ചെയ്തു. എങ്ങനെയാണ് മീനിനെ കടലിനടിയിലേക്ക് പോയി ഡൈവ് ചെയ്ത് മീനിനെ എങ്ങനെ പിടിക്കണം, കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കാം. ഇവന് പേടിയാണ്. അച്ഛനും അമ്മയും പിന്നെ അടുത്തേക്ക് വന്നില്ല, ഇന്നലെ പോയതാണ്. ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല ഇതുവരെ. ഓക്കെ, നെക്സ്റ്റ്. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around, raising a proud cackle. And all the morning, the whole family had walked about on the big plateau and midway down the opposite cliff, laughing at his covered eyes. The sun was now ascending the sky, blazing warmly on the ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. അപ്പോൾ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വേഗം നോക്കുക. ഡിവർ മീൻസ് ടു ഈറ്റ് ക്വിക്ക്ലി, കവർഡ് ഐസ് ഭീരുത്വം, ലാക്ക് ഓഫ് ബ്രേവറി. മാക്കറൽ എന്നൊരു വേർഡ് ഇവിടെ കണ്ടു, അതൊരു ഫിഷിൻ്റെ നെയിമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫിഷാണ്, അയിലയാണ് അത്. ഓക്കെ, വേഗം നോക്കിക്കോളൂ കേട്ടോ. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? അവൻ എന്താ കണ്ടത്? അവൻ കണ്ടു അവൻ്റെ ചേട്ടൻ ഒരു മീനെ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നുന്നത്, പെട്ടെന്ന് തിന്നുന്നത് അവൻ കണ്ടു.
ആ സമയത്ത് അവൻ്റെ പേരൻസ് എന്താ ചെയ്തേ? അവൻ്റെ മേളിൽ, അവൻ നിൽക്കുന്ന ലെഡ്ജിൻ്റെ മേളിൽ സർക്കിൾ ചെയ്തിങ്ങനെ കറങ്ങി ഒരു പ്രൗഡ് ക്യാക്കിൾ തന്നെയായിരുന്നു. ക്യാക്കിൾ മീൻസ് ഇവരുടെ ബേർഡ്സ് കരയുന്നതിൻ്റെ ഒരു ശബ്ദമാണ് ഈ ക്യാക്കിൾ. സീഗേൾസിൻ്റെ ഒരു വോയിസ് ആണത്. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ദ ബിഗ് പ്ലേ ടു മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്. ഈ ക്ലിഫിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ക്ലിഫുണ്ട്. ആ ക്ലിഫിൽ നിന്ന് എന്നിട്ട് ഇവൻ്റെ ഭീരുത്വത്തെ നോക്കി ഫാദറും മദറും എൻ്റെ ഫാമിലി ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. സൂര്യൻ ഉദിച്ചു തുടങ്ങി, സ്കൈൻ്റെ ഏറ്റവും മുകളിൽ എത്താറായി. ആൻഡ് ഓക്കെ, എന്താ സംഭവിച്ചത്? അവന് നല്ലോ ചൂടെടുക്കുന്നു. അവൻ എന്താണ് ആ ഹീറ്റിൽ ഹി ഫെൽ ദ ഹീറ്റ് ബിക്കോസ് അവൻ ആ ഹീറ്റ് തോന്നാൻ കാര്യം എന്താ? ഇന്നലെ രാത്രി തൊട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇപ്പം അവൻ എന്താ ചെയ്തേ? അവൻ്റെ ലെഡ്ജിൻ്റെ അങ്ങ് ഏറ്റവും അറ്റത്ത് ഒരു ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസിൻ്റെ ടെയിൽ കണ്ടു. ഒബ്വിയസ്ലി അവനത് തിന്നിട്ടുണ്ടാവും അല്ലേ? മൂവിങ് ടു നെക്സ്റ്റ്. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents, there was a deep white crack. അപ്പോൾ എന്താ മനസ്സിലായേ? ഇതിലും അറിയാത്ത കുറേ മീനിങ്സ് ഉണ്ടല്ലേ? അതൊന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വാ, എന്നിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. Gnawed means to bite, trotted, run at its slowest speed, daintily, delicately അല്ലെങ്കിൽ കെയർഫുള്ളി എന്നൊരു മീനിങ് കൂടിയുണ്ട്. Precipice a very steep cliff. ഓക്കെ, പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ലോണം മൈൻഡിൽ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ കിട്ടിയ ആ മാക്രൽ ടെയിലും കഴിച്ചു. ഇനി അവിടെ ഒരു ഫുഡ് പോലും അവശേഷിക്കുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, റൂട്ടിങ് അമംഗ് ദ റോ ഡേർട്ട് കേക്ക് സ്ട്രോ നെസ്റ്റ്. ആ നെസ്റ്റിൻ്റെ ഉള്ളിൽ അവൻ എല്ലായിടത്തും നോക്കി, ലെഡ്ജിൽ, നെസ്റ്റിൽ, പലയിടത്തും നോക്കി ഒരു തരി ഫുഡിന് വേണ്ടിയിട്ട്. ഹി ഈവൻ ഗ്നോഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഷെൽ. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഈ കിളികളൊക്കെ എങ്ങനെയാണ് ജനിക്കുന്നത്? മുട്ട വിരിഞ്ഞാണല്ലേ? അവനെ മുട്ടയിലെ ഷെല്ല് അവിടെ കിടന്നു, അതുപോലും തിന്നു തുടങ്ങി. അത് തിന്നപ്പോൾ അവൻ എന്താ തോന്നുന്നത്? അവൻ്റെ ഒരു പാർട്ട് തിന്നുന്ന പോലെ തോന്നി. കാരണം നമ്മൾ അതിൽ നിന്ന് പൊട്ടിയാണ് വന്നത്. അപ്പോൾ അവൻ യങ് സീകളിലാണ്. അവിടെ നിന്ന് അവൻ എല്ലാവരും ഹാച്ച് ചെയ്ത ആ നെസ്റ്റ് വരെ അവൻ എല്ലായിടത്തും നോക്കി, ഒന്നും കിട്ടിയില്ല. അതിനുശേഷം അവൻ വിരിഞ്ഞ് വന്ന് അവൻ്റെ മുട്ടയിലെ ഭാഗങ്ങളും അവൻ തിന്നാൻ തുടങ്ങി. അത് അവനെ തന്നെ തിന്നുന്ന പോലെ തോന്നി. സോ ഹി ഹാസ് ഹിസ് ലോങ് ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി. അവൻ്റെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാലം കൊണ്ടിട്ട് അവൻ്റെ കൂട്ടിൽ മുന്നോട്ടും പിന്നോട്ടും, ബാക്ക് ആൻഡ് ഫോർത്ത്, ഓക്കെ, ഇങ്ങനെ നോക്കി നടക്കാൻ തുടങ്ങി ഫുഡിന് വേണ്ടിയിട്ട്. അവൻ എന്താ ചെയ്യുന്നത്? ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പേരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാതെ എങ്ങനെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റും? അങ്ങനെയാണ് അവൻ ചിന്തിച്ചത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീർ ഫാൾ ഓഫ് പെർസിഫൈസ്. എല്ലായിടത്തും നല്ല സ്റ്റീപ്പായിട്ടുള്ള ക്ലിഫിൽ അവസാനിക്കുകയാണ് അല്ലേ? തന്നല്ല, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓപ്പോസിറ്റ് ക്ലിഫിലാണ്. ആ രണ്ട് ക്ലിഫിൻ്റെ ഇടയ്ക്ക് ഒരു ഡീപ്പ് വൈറ്റ് ക്രാക്ക് തന്നെയുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് അവൻ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. Surely he could reach them without flying if he could only move northwards along the cliff face. But then, on what could he walk? There was no ledge, and he was not a fly. And above him, he could see nothing. The precipice was sheer, and the top of it was perhaps further away than the sea beneath him. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still, they took no notice of him. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കോമഡിയാണ്. നിങ്ങൾ ആദ്യം പോയി മീനിങ്സ് നോക്കിയിട്ട് വരൂ. ഷീർ മീൻസ് പ്ലസൻറ്റ്, പ്രിറ്റൻഡ്, ടു ആക്ട് ഓർ മേക്ക് ആസ് ഇഫ്, അതായത് അഭിനയിക്കുക, പ്രിറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ഇത് കഥ? അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറക്കാണ്ടെത്തണം. അവന് പറക്കാണ്ടെത്തണമെങ്കിൽ അവൻ നേരെ നോർത്ത് വേർഡ്സ്, ദാറ്റ് മീൻസ് അവൻ നേരെ വടക്കോട്ട് നടക്കണം. ഓക്കെ, അങ്ങനെ അവൻ നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ ആലോചിച്ചു, എങ്ങനെ നടക്കും? ലെഡ്ജ് അവിടെ കൊണ്ട് തീരുകയാണ്, പിന്നെ അങ്ങോട്ട് സീ ആണ്. അയ്യോ, അവൻ എന്ത് ചെയ്യും? അവൻ മുകളിലേക്ക് നോക്കി.
അവൻ്റെ മോൾ അവനൊന്നും തന്നെ കണ്ടില്ല. ആ പേഴ്സിഫൈസ് വളരെ പ്ലസൻ്റ് ആയിരുന്നു. അവൻ പതുക്കെ ബ്രിങ്കിൽ നിന്ന്, അല്ലെങ്കിൽ ലെഡ്ജിൻ്റെ ബ്രിങ്കിൽ നിന്ന് പതുക്കെ സ്റ്റെപ്പ് ചെയ്തു. അവൻ ആ ബ്രിങ്കിൻ്റെ അറ്റത്ത്, അതായത് ബ്രിങ്കിൽ പോയി നിന്നിട്ട് ഒറ്റ കാലിൽ നിന്നു. എന്നിട്ട് മറ്റേ കാല് അവൻ്റെ ചിറകിൻ്റെ പുറയിലേക്ക് അമർത്തി വെച്ചു. ഒരു കണ്ണ് ക്ലോസ് ചെയ്തു. അപ്പം നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൾ മനുഷ്യരൊക്കെ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ധ്യാനത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാല് പുറകിൽ വെച്ചിട്ട് ഒരു കാലയിൽ ഇങ്ങനെ കണ്ണടച്ചൊക്കെ നിന്നിട്ട്, അങ്ങനെ അതുപോലെ അവൻ നിന്നു. അവൻ എന്നിട്ട് ഫോളിങ് അസ്ലീപ്പായിട്ട് അവനെ പ്രിറ്റൻഡ് ചെയ്തു, മീൻസ് അഭിനയിച്ചു. എന്നിട്ടോ അവൻ ആരെങ്കിലും നോക്കിയോ? ആരും നോക്കിയില്ല. അപ്പം മക്കൾ കാണിക്കുന്ന കുസൃതികളായിട്ട് തോന്നുന്നുണ്ടല്ലേ ഇതൊക്കെ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അവനിത് ചെയ്തതെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവല്ലേ. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. He saw his two brothers and his little sister lying on the plateau dozing with their heads and sunk into their necks. His father was preening feathers on his white back, only his mother was looking at him. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. The sight of the foot maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. അപ്പോൾ ഇത് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മീനിങ്സ് നോക്കിയിട്ട് വരൂ. സോ ഡോസിങ് മീൻസ് ഒരു ലൈറ്റ് സ്ലീപ്പാണ്. പ്രീനിങ്, അറേഞ്ചിങ് ഫെദേഴ്സ്, അത് ഈ ബേർഡ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അവരുടെ ചിറകുകളൊക്കെ കുടഞ്ഞൊന്ന് മനോഹരമാക്കി ഒതുക്കി വെക്കുന്ന പരിപാടിയാണ്. ത്രസ്റ്റ് മീൻസ് പുഷ് സഡൻലി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അവൻ കണ്ടത് അവൻ്റെ 2 ബ്രദേഴ്സും അവൻ്റെ ലിറ്റിൽ സിസ്റ്ററും ഉറക്കത്തിലാണ്, ഒരു ചെറിയൊരു മയക്കത്തിലാണ്. ഓക്കെ, അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? പ്രീനിങ്, അതായത് ഫെദേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പ്രീനിങ് പ്രോസസ്സ് ബേർഡ്സൊക്കെ ചെയ്യുന്നതാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒബ്വിയസ്ലി നമ്മുടെ കാര്യത്തിൽ നടക്കുന്ന പോലെ തന്നെ അല്ലേ. നമ്മൾ എന്തൊക്കെ പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ ചെയ്താലും ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ഒരാൾ ശ്രദ്ധിക്കും നമ്മുടെ വീട്ടിൽ. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരാൾ ശ്രദ്ധിക്കും. ആരാ അത്? നമ്മുടെ സ്വന്തം അമ്മ അല്ലേ. അമ്മയ്ക്ക് നമ്മുടെ ഫീലിംഗ് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അമ്മ ശ്രദ്ധിച്ചു അത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. ഒരു കുറച്ച് പൊക്കമുള്ളൊരു ഹമ്പിൽ നിൽക്കുകയാണ് അമ്മ. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. ഇത് അവൻ്റെ ഹൃദയം ഇങ്ങനെ നല്ലോണം ഇടിക്കുകയാണ്. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അവിടെ കിടന്ന ഒരു ഫിഷ് അവൻ്റെ ചുണ്ടിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് അവൻ്റെ ബീക്ക് റോക്കിലിട്ട് നല്ലോണം ഉരച്ച് മിനുസം വരുത്തി. The sight of the food maddened him. നമ്മുടെ നായകൻ ഇതൂടെ കണ്ട് ഫുഡ് എടുത്ത് അമ്മ ഇങ്ങനെ ചുണ്ടിൽ പിടിച്ചേക്കാണ്. അവന് തരാനാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൂടെ കണ്ടപ്പോൾ അവന് ഭ്രാന്തായി. പ്രീവിയസ് നൈറ്റ് ഫാൾ തൊട്ട് ഒന്നും കഴിക്കാത്ത കുഞ്ഞാണല്ലേ. അപ്പം അവൻ എന്താ ചെയ്തേ? അവനും എൻ്റെ ബീക്ക് പാറയിലൊക്കെ ഇട്ട് ഉരച്ചു. അവനത് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തിയതാണ്. ഹിസ് മദർ കാക്കിൾ ടു. അവനും കരഞ്ഞു, അവൻ്റെ അമ്മയും കരഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. എന്താ ഇനി സംഭവിക്കാൻ നോക്കാം. "Ga, ga, ga," he cried, begging her to bring him some more food. "Go," she screamed back mockingly. But he kept calling plaintively, and after a minute or so, he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her, and she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her width motionless, the piece of fish in her beak almost within reach of his beak. അങ്ങനെ ഈ ഭാഗത്ത് അപ്രതീക്ഷിത ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം, മീനിങ്സ് നോക്കിയിട്ട് വന്നിട്ട്. Plaintively means sorrow. Scream, to make a loud sound. Abreast, alongside. Halted, come to stop. Swooped, move rapidly downwards through air. ഇതൊക്കെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് മീനിങ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, നിങ്ങളിതിൽ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചേ? അമ്മയും മോനും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ അമ്മ കരഞ്ഞു,
begging her to bring him over some food. മോൻ ആദ്യം ഗാ 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 എന്ന് കരഞ്ഞല്ലേ അമ്മയോട് ബെഗ് ചെയ്തിട്ട്, അപ്പോൾ അമ്മ തിരിച്ചും കരഞ്ഞു. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. നല്ല വിഷമത്തോടെയാണ് കേട്ടോ വിളിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടഡ് എ ജോയ്ഫുൾ സ്ക്രീം. പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ ഒരു കരച്ചിൽ കരഞ്ഞു അവൻ. എന്താ കാര്യം? ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. അമ്മ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തു ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ്റെ അടുത്തേക്ക് അതും കൊണ്ട് നീങ്ങാണ്. ഓ അടിപൊളിയല്ലേ. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. അവന് ഭയങ്കര സന്തോഷത്തോടെ അവൻ ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. അവൻ അവിടെ കിടന്നിങ്ങനെ കാലുകൊണ്ട് ഇട്ടിട്ട് തട്ടാണ്. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ. അതായത് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ, ഈ ചെറിയ വാവന്മാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ കാലൊക്കെ ഇട്ട് അടിച്ച് കൈയൊക്കെ ഇട്ട് അടിച്ച് നല്ല സന്തോഷത്തോടെ അലറി വിളിക്കൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും തോന്നുന്നത്. ഓക്കെ, ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, അവൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് എത്തിയപ്പോൾ, എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്, അതായത് ലെഡ്ജിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ എത്തിയപ്പോൾ, ഷീ ഹാൾട്ടഡ് ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്. അവിടെ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് നിന്നു. ഹെർ വിങ്സ് മോഷൻലെസ്. ഹാൾട്ടഡ് മീൻസ് സ്റ്റോപ്പ് ചെയ്തു. വിങ്സ് അനങ്ങുന്നില്ല. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അമ്മേൻ്റെ ചുണ്ടിലിരുന്ന മീനിൻ്റെ ആ ഒരു പീസ് എൻ്റെ ചുണ്ട്, അതായത് എൻ്റെ അല്ല, യങ് സീഗളിൻ്റെ ചുണ്ടിനോട് അടുത്ത് എത്തിയതായിരുന്നു. നമ്മൾ ഈ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയൂലേ, അതുപോലെ ആയിപ്പോയി സംഭവം, മിസ്സായിപ്പോയി. അപ്പോൾ ഇനി എന്താ അവൻ ചെയ്ത എന്താ നോക്കാം. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. With a loud scream, he fell outwards and outwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അയ്യോ, അവൻ പെട്ടെന്ന് ചിന്തിച്ചു, അമ്മ അടുത്ത് വരെ എത്തിയതാണല്ലോ, പിന്നെ എന്താ പെട്ടെന്ന് തിരിച്ചു? അത് മീൻസ് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് ജസ്റ്റ് മിസ്സായി പോയില്ലേ ഫുഡ്. അവനത് വിശന്നിട്ട് നല്ല ഭ്രാന്തായി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹീ ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. അവന് കിടന്ന് അലറി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്, അതായത് എയറിൽ കൂടി ഇങ്ങനെ മണ്ടയ്ക്ക് പറക്കുക, ഇങ്ങനെ ജെറ്റ് പോകുന്ന പോലെ മണ്ടയ്ക്കോട്ട് പറക്കുക, അതാണ് ഈ സ്വൂപ്ഡ് അപ്വേർഡ്സ്. ആസ് ഹി പാസ് ബെനത്ത് ഹർ, ഹി ഹെഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അപ്പോൾ അവൻ്റെ അടുത്തെത്തിയിട്ട് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ പറന്നില്ലേ, അപ്പോൾ ആ പറക്കലിൻ്റെ ഒരു ഒച്ച അവൻ കേട്ടു. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് നോക്കാം. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment, he felt his wings spread outwards. The wind rushed against his breast feathers. Then under his stomach and against his wings, he could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. വാവ്, എന്തായാലും നല്ല അടിപൊളി ട്വിസ്റ്റാണല്ലേ. എന്താ സംഭവിച്ചത്? അമ്മ ഫുഡ് കൊടുത്തിട്ടില്ല, അമ്മ മണ്ടയ്ക്ക് പറന്നു. അപ്പോൾ അവന് നല്ല വിഷമമായി. അവൻ നല്ല അലറി വിളിച്ചു. അവനൊന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ നിന്ന ഒരവസ്ഥയായി. പക്ഷെ അത് ഒരു നിമിഷത്തേക്കേ നീണ്ടു നിന്നുള്ളൂ. അടുത്ത മൊമെൻറ്റ് തന്നെ അവൻ്റെ വിങ്സ് വെളിയിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്തു. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെതേഴ്സ്. അവൻ്റെ ഫെതേഴ്സിൽ കൂടി കാറ്റടിച്ചു. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ് ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അതായത് ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ദ വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ മീൻസ് ചിറകിങ്ങനെ പറക്കാൻ, അതായത് എയറിൽ കൂടി ഇങ്ങനെ വിങ്സ് കട്ട് ചെയ്ത് പോകാൻ മീൻസ് എന്താ, പറക്കാൻ തുടങ്ങി. ഹി വാസ് നൗട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings. Meanings നോക്കാം. So meaning, soaring ൻ്റെ meaning rise up എന്നാണ്. Dizzy makes someone feel unsteady. അതായത് തല ചുറ്റുന്നൊക്കെ ഒരു അവസ്ഥയായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോറിങ് ഉയർത്തെഴുന്നേക്കുക, പൊങ്ങിപ്പോവുക. അപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവൻ പതുക്കെ പറക്കാൻ തുടങ്ങിയല്ലേ. ഹി വാസ് സോറിങ്, അവൻ പൊങ്ങാൻ തുടങ്ങി പതുക്കെ. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. അവൻ ഇനി അങ്ങോട്ട് ഒരു പേടിയില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. കുറച്ച് അൺസ്റ്റഡി ആയിട്ട് അവന് തോന്നി, ബട്ട് അവനത് ഓവർകം ചെയ്തു കണ്ടാവും. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ഇട്ടടിക്കാൻ തുടങ്ങി. വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്സ്. ദാറ്റ് മീൻസ് ഉയർന്നു, പറന്നുയർന്നു. ഇനി എന്താ സംഭവിക്കുക നോക്കാം. He uttered a joyous scream and flapped them again.
He soared higher, he raised his breast and banged against the wing. Ga, 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 hoo-ha. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and his sister flying around him, soaring and diving. അരവാ ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണല്ലേ. നമുക്കത് വായിച്ചിട്ട് നല്ല ഫീലിംഗ് ഹാപ്പി അല്ലേ. എന്താ അവനൊരു അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടെ കരഞ്ഞു. അവൻ്റെ വിങ്സ് ഫ്ലാപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫ്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഗാ 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 എന്നിവിടെ കൊടുത്തേക്കുന്ന അവരുടെ കിളികൾ കരയുന്ന ശബ്ദമാണ്. ഓക്കെ. ഹിസ് മദർ സ്വൂപ്പ് പാസ്റ്റ് ഹിം. സ്വൂപ്പ് മീൻസ് എയറിൽ കൂടി ഇങ്ങനെ പാറി, അതായത് മീൻസ് സ്പീഡിൽ ഇങ്ങനെ പാറിപ്പോയി. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. ചിറക് നല്ല രീതിയിലിട്ട് അടിക്കാൻ തുടങ്ങി. ഹി ആൻസർ ഹെർ വിത്ത് അനദർ സ്ക്രീം. അമ്മ അങ്ങനെ ചെയ്തപ്പോൾ മോൻ തിരിച്ച് അതിലും വലിയൊരു നോയ്സ് ഉണ്ടാക്കി ആൻസർ ചെയ്തു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അപ്പം എന്താ ചെയ്തേ? അച്ഛനും വന്നു. അതായത് അതുവരെ അകന്ന് നിന്ന എല്ലാവരും, അവർ മാത്രമല്ല രണ്ട് ബ്രദറും സിസ്റ്ററും വരുന്നുണ്ട്. അടുത്തേക്ക് റൈസപ്പ് ചെയ്ത് വരുന്നു, ഡൈവ് ചെയ്യുന്നു അല്ലേ. നമുക്ക് ഒന്നും ഇല്ലായിരുന്നപ്പോൾ അകന്ന് നിന്നവരെല്ലാം നമ്മൾ എന്തൊക്കെയോ നേടിയപ്പോൾ നമ്മുടെ കൂടെ വരുന്നത് കണ്ടോ. പക്ഷെ ഈ അച്ഛനും അമ്മയും അങ്ങനെയല്ല ചെയ്യുന്നത്. മകനെ പറക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാറി നിന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവന് ചെയ്തു. കാരണം അവൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, അവൻ മറച്ചു വെച്ചിരിക്കുന്ന കോൺഫിഡൻസ് പുറത്ത് കൊണ്ടുവരാനാണ് അച്ഛനും അമ്മയും ചിരിച്ചത്. ഒരിക്കലും ഇവർ ഈ കഥയിലെ വില്ലന്മാരല്ല. ഓക്കെ, നെക്സ്റ്റ്. Then he completely forgot that he had not always been able to fly, and commenced himself to dive and soar, shrieking shrilly. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with little ridges moving over it. And he turned his beak sideways and crowed amusedly. അപ്പോൾ അവൻ തന്നെ മറന്നുപോയല്ലേ, അവന് പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള. His parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings. But he was tired and weak with hunger and could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it, and he sank no farther. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ കഥയിലെ ക്ലൈമാക്സിലുള്ള ഹാപ്പി മൊമെൻറ്റ്സിലാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സോടെ ഒന്ന് നോക്കിയിട്ട് വരാം. Shrieking, make a high-pitched voice. Commence, to begin. Amusedly, in an entertained manner. Beckoning, make a gesture with arm. Exhausted, very tired. Dogfish, a type of shark. Okay, you can pause the screen and read it thoroughly. സോ എന്താ ഇവിടെ സംഭവിച്ചത്? പേരൻസും ബ്രദേഴ്സും സിസ്റ്ററും അവൻ്റെ കൂടെ ആ ഗ്രീൻ ഫ്ലോർ മീൻസ് ആ സീയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അവരവനെ ഷ്രില്ലി വോയിസിൽ കോൾ ചെയ്യാണ് അവരെല്ലാം. ബിക്കണിങ് മീൻസ് കോളിങ്. അവനെന്താ ചെയ്തേ? ഹി ഡ്രോപ്പ് ഹിസ് ലെഗ് ഇൻ ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. കടലിലേക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് കാലുകൾ താഴേക്ക് ഇട്ടു. ഹിസ് ലെഗ് സാങ് ഇൻ ടു ഇറ്റ്. കാലുകൾ മുങ്ങിപ്പോയി. ഹി സ്ക്രീം വിത്ത് ഫ്രൈറ്റ്. എന്താ ചെയ്തേ? പേടിച്ചു പോയി. ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അപ്പം പേടിച്ചപ്പോൾ എന്താ ചെയ്തേ? ഒന്നുകൂടെ പൊങ്ങാനായിട്ടൊന്ന് ഉദ്ദേശിച്ച് ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, ചിറകടിച്ചുകൊണ്ട് ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടയർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. അവൻ ടയർഡായിരിക്കും ഒബ്വിയസ്ലി, കാരണം അവൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. അതെന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് ഇവൻ ഇതുവരെയും പറക്കാതെ ഇരിക്കുന്നൊരു പക്ഷിയായിരുന്നല്ലേ. പെട്ടെന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ അവൻ നല്ലോ ടയർഡാവുന്നൊരു സ്ട്രേഞ്ച് എക്സസൈസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് അവൻ്റെ ഇപ്പോഴത്തെ ഈ പറക്കലിനെയാണ് ആ സ്ട്രേഞ്ച് എക്സസൈസ് എന്ന് പറയുന്നത്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ദ ഗ്രീൻ സീ ആൻഡ് ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. അപ്പോൾ കാല് മുങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? ബെല്ലി മീൻസ് സ്റ്റൊമക്ക് ഭാഗവും ആ വെള്ളത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചത്? ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹീ സാങ് നോ ഫാദർ. പിന്നെ മുങ്ങിപ്പോയിട്ടില്ല. ബെല്ലി വന്ന് എപ്പോഴാണോ ടച്ച് ചെയ്ത് അങ്ങനെ അവിടെ സ്റ്റോപ്പായി, പിന്നെ മുങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു പാട്ടിൽ പറയുന്നത്. എന്തായാലും നല്ലൊരു രസമുണ്ട് അല്ലേ വായിക്കാൻ. ഓക്കെ, മൂവിങ് ടു ദ ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാട്ടിൽ എത്തിയിരിക്കുകയാണ്.
He was floating on it, and around him his family was screaming, praising him, and their bigs were offering him scraps of dogfish. He had made his first flight. അപ്പോൾ അവനവൻ്റെ ആദ്യത്തെ പറക്കൽ അവൻ അച്ചീവ് ചെയ്തു അല്ലേ. എന്താ അപ്പോൾ അവൻ്റെ ബെല്ലി വരെ മുങ്ങി എന്ന് പറഞ്ഞല്ലേ. അതിനുശേഷം അവൻ എന്താ സംഭവിച്ചത്, അവൻ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഫാമിലി ചുറ്റിനും വന്നു, കരഞ്ഞു, അവനെ പുകഴ്ത്തി പ്രൈസ് ചെയ്തു. ആൻഡ് ദ ബീഗ്സ് വെയർ ഓഫറിങ്, അവരുടെ ചുണ്ടുകൾ അവൻ എന്താ ഓഫർ ചെയ്തത്, സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് മീൻസ് എ ടൈപ്പ് ഓഫ് ഷാർക്ക്. പ്രീവിയസ് സ്ലൈഡിൽ മീനിങ് ഉണ്ട്, ഓക്കെ, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതൊക്കെ ഓഫർ ചെയ്തു. അങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ അച്ചീവ് ചെയ്തു. അപ്പോൾ അതിമനോഹരമായിട്ട് നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ യങ് സീഗളിനെ നമ്മൾ ഓരോരുത്തരും ഈ യങ് സീഗളിനെ നമ്മളായി കാണണം, നമ്മളായി കണ്ടുകൊണ്ട് ചിന്തിക്കണം. മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് ഇല്ല, കാര്യങ്ങളില്ല, അപ്പോൾ നമ്മൾ എന്താണ്, അവരെ പോയി സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ അത് പോയി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് യങ് സീഗളിനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വന്നപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ഫാമിലി സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഒരിക്കലും അവനെ നെഗ്ലക്റ്റ് ചെയ്യുകയോ അവനെ റിജക്റ്റ് ചെയ്യുകയോ ഒന്നുമല്ല. അവർ മാറിപ്പോയി വേറെ ക്ലിഫിൽ നിന്നെന്ന് വെച്ചിട്ട് അവനെ അവോയ്ഡ് ചെയ്യല്ലായിരുന്നു. അവർക്ക് എന്താ ഉദ്ദേശം, അവർക്കെന്നല്ല, ഈ യങ് സീഗളിനെ നമ്മളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നമ്മുടെ ഫാമിലിക്കും എന്താണ് ഉദ്ദേശം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉദ്ദേശം, they wanted to make us self-reliant and independent. അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ കാലവും നമുക്ക് താങ്ങും തണലുമായി അച്ഛനമ്മമാർ കൂടെ വേണമെന്നില്ല. വി ഹാവ് ടു ബി സെൽഫ്-റിലയൻറ്റ് ഇൻ എനി ടൈം. എന്നിട്ട് നമുക്ക് വേണം അവരെ നോക്കാൻ. ഇത്ര കാലം നമ്മൾ അവരെ നോക്കിയോ, അതിൻ്റെ ഇരട്ടിക്കാലം നമ്മൾ തിരിച്ചവരെ സംരക്ഷിതരായും സുരക്ഷിതരായും ഒക്കെ വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫാമിലിയിൽ അവരുടെ പേരൻസിൻ്റെ റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ, അവനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു റോള്, അല്ലെങ്കിൽ അവനെ മൈൻഡ് ചെയ്തിരിക്കുകയായിരുന്നു റോൾ, അല്ലെങ്കിൽ അവന് സന്തോഷം വന്നപ്പോൾ അവർ വന്നു, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കറക്റ്റ് സെൻസിൽ ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് അവൻ്റെ നെസസിറ്റിയാണ് അവനെ പറക്കാനായിട്ട് ആക്കിയത്. അവന് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അവന് അത് ഉണ്ടാക്കിയ ഒരു കാര്യം അവൻ്റെ നെസസിറ്റിയാണ്. ഒരു ഫ്രേസുണ്ട്, നെസസിറ്റി ഈസ് ദ മാസ്റ്റർ ഓഫ് സക്സസ്. ഓക്കെ, അപ്പോൾ അവന് ഈ നെസസിറ്റി ഉണ്ട്, അതായത് അവൻ്റെ ആവശ്യമാണ് അവനെ പറയുക. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ഹങ്കർ. അവന് ഫുഡ് വേണം, അവൻ ഭയങ്കര ഹംഗ്രി ആയിരുന്നു, അപ്പോൾ അവന് ഫുഡ് വേണം. അതാണ് അവന്. അപ്പം ഫുഡ് വേണമെങ്കിൽ ഒബ്വിയസ്ലി അവൻ എന്തായാലും പറഞ്ഞേ പറ്റൂ, ചുമ്മാ ഫുഡ് ഇവിടെ വന്ന് വീഴത്തൊന്നുമില്ല. അങ്ങനെയാണ് അവൻ ആദ്യത്തെ പറക്കൽ അച്ചീവ് ചെയ്തത്. സോ ഈ ഒരു പാട്ട് നിങ്ങൾ വായിക്കുക, ഈ കഥേൻ്റെ ഫുൾ തീം എന്താണെന്ന് ഈ ഒരു പാർട്ടിലുണ്ട്. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറീൻ്റെ തീം മനസ്സിലായല്ലോ. എന്താണ് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായ തീം? ദിസ് സ്റ്റോറി റിലേറ്റ്സ് ടു ദ റോൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സപ്പോർട്ട് ഇൻ അച്ചീവിങ് സക്സസ്. മനസ്സിലായില്ലേ? ഈ സീകൾ ഇവിടെ ഫേസ് ചെയ്ത് എന്താണ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ഫിയർ വാസ് ദ റിയൽ ക്രൈസിസ് ദാറ്റ് വാസ് ഫേസ്ഡ് ബൈ ദ യങ് സീകൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഈ ചാപ്റ്ററിൽ ഈ കടൽക്കാക്ക, ദ യങ് സീകൾ, ഇവൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പിന്നെ അതിൻ്റെ കൂടെയുള്ള റിസൾട്ടൻറ്റ് ഫിയർ. സെൽഫ് കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്റ്റോറി കൺവേ ചെയ്യുന്ന മെസ്സേജ്, ദ സ്റ്റോറി കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. ഓക്കെ, അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോന്ന് നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഓരോന്ന് എഴുതുമ്പോൾ അത് ഫലിപ്പിക്കാനും പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് നന്നായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റുമോ? യെസ്, വി ഡു ബിലീവ് ദാറ്റ് വി ഓൾസോ ക്യാൻ ഫ്ലൈറ്റ് ഹൈ ഇൻ ലൈഫ് ഇഫ് വി വർക്ക് ഹാർഡ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഗെറ്റ് പ്രോപ്പർ എൻകറേജ്മെൻറ്റ് ഫ്രം അവർ പീപ്പിൾ. നമുക്കും ഒരു ഡിറ്റർമിനേഷനും നമ്മുടെ കൂടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടൊക്കെ കിട്ടിയാൽ ഒബ്വിയസ്ലി നമുക്കും ഒരുപാട് ഉയരങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടത് ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്, പെർസീവിയറൻസ്, സപ്പോർട്ട് ഫ്രം ഫാമിലി, കോൺഫിഡൻസ്, ഇൻ്റലക്ട്, മെറ്റീരിയൽ റിസോഴ്സസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫാമിലീൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം അംബീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നോ, ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് ഹാവ് ആൻ അംബീഷൻ, ഓക്കെ, and we must work hard to achieve it. We must develop confidence and self-reliance. Then with support of our family and the support of our teachers and our friends, we will fulfill our ambition. അപ്പോൾ
ഇതൊക്കെ വേണം ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. കടൽക്കാക്കയ്ക്ക് പറക്കാൻ പറ്റി, അടിപൊളി, ഇങ്ങനെ സന്തോഷിച്ചിരിക്കരുത്. ഈ ഒരു സ്റ്റോറി ഒരു മെസ്സേജ് ആക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉയരങ്ങൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റോറി മുഴുവനായിട്ടും ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. ആസ്വദിക്കാൻ മീൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് തരാനില്ല. ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. അതിന് നേരെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കി എല്ലാം വെച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തറവായിട്ട് വായിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് പിന്നെ യാതൊരു രീതിയിൽ പഠിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്സിൻ്റെ ആവശ്യം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് അതിമനോഹരമായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിവിടെ തീർന്നു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വരും. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പക്ഷെ അതിനൊക്കെ മുമ്പേ, ദിസ് ഈസ് മൈ വെരി ന്യൂ ചാനൽ, സോ പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് മിസ് ടു press the bell icon. Okay, you will get the notifications of my new uploads. Okay, thanks for watching and see you soon in the next video. Till then, bye-bye.